നമസ്കാരം. പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ ഡൽഹിയിലെ പ്രോട്ടോകോൾ ഓഫീസർക്കെതിരെ കടുത്ത നടപടി വന്നതോടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. ഡൽഹി കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ശ്രീകുമാറിനെയാണ് അടിയന്തരമായി സസ്പെൻഡ് ചെയ്തത്. ഭരണ നേതൃത്വത്തിന് വലിയ തോതിൽ രാഷ്ട്രീയ നാണക്കേടുണ്ടാക്കിയ ഈ വീഴ്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് മറ്റാരുമല്ല, സെക്രട്ടേറിയറ്റിലെ ശക്തമായ CPM സർവീസ് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ മുൻനിര നേതാവായ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്നതാണ് ഇപ്പോൾ അണിയറയിലെ സംസാരം. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കടുത്ത പാർട്ടി അനുഭാവിയും സംഘടനയിലെ സ്വാധീന ശക്തിയുമായ ഈ ഉദ്യോഗസ്ഥനെ അതീവ പ്രാധാന്യമുള്ള ഡൽഹിയിലെ പ്രോട്ടോകോൾ ഓഫീസർ തസ്തികയിൽ നിയമിക്കുന്നത്. പാർട്ടി താൽപര്യങ്ങളും ഭരണസ്വാധീനവും ഉപയോഗിച്ച് നേടിയെടുത്ത ഈ സുപ്രധാന പദവിയിലിരുന്നാണ് സ്വന്തം നേതാവിന് തന്നെ ശ്രീകുമാർ പണി കൊടുത്തത്. സംഭവത്തിൽ കേരള ഹൌസ് പ്രോട്ടോകോൾ വിഭാഗത്തിന് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ അശ്വതി ശ്രീനിവാസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നടപടി. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 2:50 ഡൽഹി കോഴിക്കോട് ഇൻഡിഗോ വിമാനത്തിനായിരുന്നു യാത്ര നിശ്ചയിച്ചത്. കൃത്യസമയത്ത് തന്നെ വിമാനത്താവളത്തിലെ VIP ലോഞ്ചിൽ അദ്ദേഹം എത്തിയെങ്കിലും സമയത്തിന് ബോർഡിംഗ് ഗേറ്റിലെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് യാത്ര മുടങ്ങിയത്. ഇൻഡിഗോ കമ്പനി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ കടുത്ത വീഴ്ചയാണ് യാത്രാ തടസ്സത്തിന് കാരണം എന്നായിരുന്നു ആദ്യം കേരള ഹൌസ് അധികൃതർ ഔദ്യോഗികമായി വാദിച്ചത്. എന്നാൽ വിശദമായ പരിശോധനയിൽ പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഗുരുതരമായ ഏകോപനമില്ലായ്മയാണ് യഥാർത്ഥ കാരണമെന്ന് വ്യക്തമായി. യാത്രാ വിവരങ്ങൾ ഇൻഡിഗോ വിമാന കമ്പനിക്ക് ഇമെയിൽ വഴി അയച്ചിരുന്നു എന്നത് മാത്രമാണ് പ്രോട്ടോകോൾ വിഭാഗം ചെയ്ത ഒരേ ഒരു കാര്യം. എന്നാൽ ഈ വിവരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് സ്റ്റാഫിന് കൃത്യമായി ലഭിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ പ്രോട്ടോകോൾ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘം തയ്യാറായില്ല. VIP പരിഗണന പ്രകാരം വിമാനത്താവളത്തിനുള്ളിൽ ലഭ്യമാക്കേണ്ട ബഗ്ഗി ഉൾപ്പെടെയുള്ള അടിയന്തര യാത്രാ സൗകര്യങ്ങൾ മുൻകൂട്ടി ഉറപ്പാക്കുന്നതിലും ഡൽഹിയിലെ ഉദ്യോഗസ്ഥർക്ക് വൻ വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു. അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗത്തിലാണ് പ്രോട്ടോകോൾ വിഭാഗത്തിന് സംഭവിച്ച അനാസ്ഥയുടെ ആഴം പുറത്തുവന്നത്. പാർട്ടിയുടെ ഉന്നത നേതാവിനും ഭരണകൂടത്തിനും ദേശീയ തലസ്ഥാനത്ത് വെച്ച് ഇത്തരമൊരു മോശം അനുഭവം ഉണ്ടാകാൻ കാരണക്കാരനായത് സ്വന്തം സംഘടനയിലെ നേതാവാണെന്നത് CPM കേന്ദ്രങ്ങളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. വിശ്വസ്തനായതുകൊണ്ട് മാത്രം തന്ത്രപ്രധാനമായ പദവികളിൽ ആളുകളെ തിരുകി കയറ്റിയാൽ ഉണ്ടാകുന്ന ദുരന്തമാണിതെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ഇപ്പോൾ ആക്ഷേപിക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷനിലെ ഭാരവാഹി എന്ന നിലയിൽ തിരുവനന്തപുരത്തെ ഭരണസിരാ കേന്ദ്രങ്ങളിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ശ്രീകുമാറിനെ ഡൽഹിയിലേക്ക് മാറ്റിയത് പാർട്ടി നിർദ്ദേശപ്രകാരമായിരുന്നു. ഡൽഹിയിലെത്തുന്ന പ്രമുഖർക്ക് കൃത്യമായ പ്രോട്ടോകോൾ സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്നതായിരുന്നു ദൗത്യം. എന്നാൽ സ്വന്തം പാർട്ടിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് വിമാനത്താവളത്തിൽ കാത്തിരുന്നിട്ടും ഗേറ്റിലെത്തിക്കാൻ കഴിയാതെ പോയത് പ്രോട്ടോകോൾ ഓഫീസറുടെ കടുത്ത അനാസ്ഥയും കൃത്യവിലോപവുമായാണ് ആഭ്യന്തര വകുപ്പ് കാണുന്നത്. വിമാന കമ്പനിയുടെ മേൽ കുറ്റം ചാരി ആദ്യം രക്ഷപ്പെടാൻ ശ്രമിച്ച കേരള ഹൌസ് ഉദ്യോഗസ്ഥർക്ക് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ട് കനത്ത തിരിച്ചടിയായി. ഔദ്യോഗിക ഇമെയിൽ അയച്ചുകൊണ്ട് മാത്രം പ്രോട്ടോകോൾ ഡ്യൂട്ടി അവസാനിക്കുന്നില്ലെന്നും VIP വിമാനത്തിൽ കയറുന്നതുവരെ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത് പ്രോട്ടോകോൾ ഓഫീസറുടെ നേരിട്ടുള്ള ഉത്തരവാദിത്തമാണെന്നും ഭരണ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നു.